കുറ്റവാളികളെ ശിക്ഷിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ സംവിധാനമുണ്ടോ എന്നത് പ്രസക്തമായൊരു ചോദ്യമാണ്. ഇസ്രയേൽ ഗസയിൽ അതിശക്തമായ ആക്രമണങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ആ ചോദ്യത്തിന് സവിശേഷ പ്രാധാന്യമുണ്ട്. ICC ഇൻ്റർനാഷണൽ ക്രിമിനൽ കോഡ്, അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അതിനുള്ളതാണ്. നെതർലാൻഡ്സിലെ ഹേഗ് ആസ്ഥാനമായാണ് ICC പ്രവർത്തിക്കുന്നത്. പ്രധാനമായും 4 ഗുരുതര കുറ്റകൃത്യങ്ങളാണ് ICCയുടെ അധികാര പരിധിയിൽ വരുന്നത്. വംശഹത്യ, മനുഷ്യത്വത്തിനെതിരായ കുറ്റങ്ങൾ, യുദ്ധക്കുറ്റങ്ങൾ, അധിനിവേശ കുറ്റം എന്നിവയാണ് ICCയുടെ പരിഗണനയിൽ വരുന്ന പ്രധാന കുറ്റകൃത്യങ്ങൾ. ഇവ 4 പ്രകാരവും ശിക്ഷിക്കപ്പെടേണ്ട ഭരണാധികാരിയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ICCയുടെ ചരിത്രത്തിൽ ആരെങ്കിലും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിനു മറുപടി ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. പക്ഷേ മിക്കവാറും അങ്ങനെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഭരണാധികാരികളാണ് എന്നതാണ് സത്യം. അതിനർത്ഥം വമ്പന്മാരെ ICC തൊടാതിരിക്കുകയോ അല്ലെങ്കിൽ തൊടാൻ കഴിയാതിരിക്കുകയോ ചെയ്യുന്നു എന്നതാണ്. പ്രധാനമായും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് ഉള്ള ചില പോരായ്മകളുണ്ട്. അതിലൊന്ന്, ICCയുടെ അധികാരം എന്ന് പറയുന്നത് സെക്കൻഡറിയാണ്. അതായത് ദേശീയ സർക്കാരുകൾ, ഓരോ രാജ്യത്തെയും സർക്കാരുകൾ ഗുരുതര കുറ്റകൃത്യങ്ങൾ ചെയ്ത രാഷ്ട്ര നേതാക്കളെ ശിക്ഷിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കാൻ കഴിയാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് ICC ഇടപെടുന്നത് എന്നതാണ്. രണ്ടാമത്തെ പ്രശ്നം, മിക്കവാറും കേസുകളിൽ ICC കേസെടുക്കുകയും അന്വേഷിക്കുകയും വിചാരണ നടത്തി ശിക്ഷ വിധിക്കുകയും ചെയ്യുന്നത് UN-ന്റെ സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരാംഗങ്ങളുടെ അവർ റഫർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ UN രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങളായ അമേരിക്ക, റഷ്യ, ചൈന, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ സ്ഥിരാംഗങ്ങളുടെ താൽപ്പര്യമാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ പ്രവർത്തനങ്ങളിൽ പ്രധാനമായും നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ആരെ ശിക്ഷിക്കണം എന്നും ആരെ ശിക്ഷിക്കേണ്ട എന്നും അന്താരാഷ്ട്ര തലത്തിൽ തീരുമാനിക്കുന്നത് UN സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരാംഗങ്ങളാണ് എന്നത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വലിയ പോരായ്മയാണ്. മൂന്നാമത്തേത്, സ്ഥിരം പോലീസ് സംവിധാനമല്ല. ICCക്ക് തനതു പോലീസ് സംവിധാനമല്ല, തീരെ തന്നെ ഇല്ല. അതുകൊണ്ട് ആശ്രയിക്കുന്നത് അംഗരാജ്യങ്ങളുടെ പോലീസ് എൻഫോഴ്സ്മെൻറ്റിനെയാണ്. അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചവരെ അറസ്റ്റ് ചെയ്യുന്നതിന്, തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ആശ്രയിക്കുന്നു. അതുപോലെ തന്നെ ജയിൽ സംവിധാനവും ഇല്ല. ജയിൽ സംവിധാനവും അംഗരാജ്യങ്ങളിൽ നിന്ന് താല്പര്യം പ്രകടിപ്പിക്കുന്ന രാജ്യങ്ങളുടെ ജയിൽ സംവിധാനം ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ പോലും ഇക്കാലത്തിനിടയ്ക്ക് നിരവധി രാഷ്ട്ര നേതാക്കളെ പല കുറ്റങ്ങളിലും ഗുരുതരമായ പല കുറ്റങ്ങളിലും, വംശഹത്യയുടെ, കലാപങ്ങളുടെയൊക്കെ, സംഘർഷങ്ങൾ ഉണ്ടാക്കിയതിൻ്റെയൊക്കെ പേരിൽ ശിക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ ICC നേരിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്ത പ്രശ്നം എന്ന് പറയുന്നത്, പ്രധാന രാജ്യങ്ങളായ ഇന്ത്യ, അമേരിക്ക, റഷ്യ, ചൈന, ഇസ്രയേൽ തുടങ്ങിയ രാജ്യങ്ങൾ ICCയിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ ഏറെക്കുറെ ലോകത്ത് അന്താരാഷ്ട്ര തലത്തിൽ അരങ്ങേറുന്ന കുറ്റകൃത്യങ്ങൾക്ക് ഒരു പരിഹാരമാകാൻ ICC കഴിയുന്നുള്ളതാണ്. പ്രധാനമായും ഉണ്ടാകേണ്ട ഒരു പരിഹാരം എന്ന് പറയുന്നത് UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ രക്ഷാസമിതിയുടെ പിടിയിൽ നിന്ന് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിനെ മുക്തമാക്കുക എന്നുള്ളതാണ്.
UN തന്നെയും ഐക്യരാഷ്ട്രസഭ തന്നെയും രക്ഷാസമിതിയുടെ പിടിയിലാണ്. അത് തീർത്തും ജനാധിപത്യ വിരുദ്ധമായ ലോകത്ത് നിലനിൽക്കുന്ന സംവിധാനം എന്ന നിലയിൽ ജനാധിപത്യ വിരുദ്ധമായ ഒരു രീതിയാണ് രക്ഷാസമിതിയുടെ ഈ പറയുന്ന 5 സ്ഥിരാംഗങ്ങളുടെ വീറ്റോ പവർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ICCയെയും ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിനെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ ICC UN-ൻ്റെ പിടിയിൽ നിന്നും മുക്തമായി സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും എൻഫോഴ്സ്മെൻറ്റിനു വേണ്ടി ലോകരാജ്യങ്ങളുമായി ശക്തമായ കരാറുകളിൽ ഏർപ്പെടാൻ ICCക്ക് കഴിഞ്ഞാൽ ലോകത്തരങ്ങേറുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ, പലപ്പോഴും വലിയ രാഷ്ട്രത്തലവന്മാരുടെ കാർമ്മികത്വത്തിൽ അരങ്ങേറുന്ന കുറ്റകൃത്യങ്ങളെ അതേ പ്രതി വിചാരണ നടത്തി ശിക്ഷ വിധിച്ച് ഏറെക്കുറെ നീതി നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ള കാര്യം ഇതിൽ നിന്ന്, ഇത്തരത്തിലുള്ള പരിഹാരങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതാണ്.